KR ക്യാമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉണ്ട്. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ പൂങ്കുഴലി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിനകം ഇദ്ദേഹത്തെ വൈദ്യ പരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോകും. അപ്പോൾ വലിയ കനത്ത പോലീസ് സുരക്ഷ അവിടെ ഏർപ്പെടുത്തി കഴിഞ്ഞു. പ്രതീക്ഷിക്കുന്നുണ്ട് പോലീസ്. വലിയൊരു മാധ്യമ സംഘവും അവിടെ പാളിനായിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഷിജോ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നു. ഷിജോ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിപ്പോഴും കാത്തിരിക്കുകയാണ് എപ്പോഴാണ് പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് പത്തനംതിട്ട AR ക്യാമ്പിൽ നിന്ന് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലേക്ക് പോവുക എന്നുള്ളത് നമ്മൾ കാത്തിരിക്കുകയാണ്. ഏതാണ്ട് ആ സമയത്തേക്ക് അടുക്കുകയാണ്. 9 മണിയോടുകൂടി രാഹുൽ മാങ്കൂട്ടവുമായിട്ട് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി പോകും എന്നുള്ള ഒരു വിവരം നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ലഭിച്ചിരുന്നു. അത് പ്രകാരമാണ് എങ്കിൽ ഇനിയിപ്പോൾ ഒട്ടും വൈകാതെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി AR ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. കഴിഞ്ഞ 4 മണിക്കൂറായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യം ചെയ്യൽ AR ക്യാമ്പിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെ രാത്രി 12:30 പാലക്കാട്ട് KPM ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവന്ന രാവിലെ 5 മണിയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ AR ക്യാമ്പിലേക്ക് കൊണ്ടുവന്നത്. ഇവിടെ കൊണ്ടുവന്ന് ഉടൻ SIT വളരെ വിശദമായിട്ട് ചോദ്യം ചെയ്തിരുന്നു. അതിനിടയിലേക്ക് IG പൂങ്കുഴലി കൂടി എത്തി വീണ്ടും രാഹുലിനെ വളരെ വിശദമായിട്ട് ചോദ്യം ചെയ്യുന്നു. രാഹുൽ ചില കാര്യങ്ങൾ പറഞ്ഞതിന്റെ ചില പ്രാഥമികമായിട്ടുള്ള വിവരം മാത്രമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളത്. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം മാത്രമാണ് എന്ന് പറഞ്ഞ രാഹുലിന്റെ ആ ഒരു വിവരം മാത്രമാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിച്ചിട്ടുള്ളത്. അതിനുശേഷം രാഹുൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, രാഹുൽ എന്തൊക്കെ ന്യായങ്ങൾ നിരത്തിയിട്ടുണ്ട്, ഇതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. അതൊക്കെ കുറച്ചുകൂടി സമയം കഴിയുമ്പോൾ നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ കഴിയും. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ പോലീസിന്റെ ഒരു കനത്ത ബന്ധത്തിലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി ഈ AR ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് വരിക. ഒരുപക്ഷെ വാഹനത്തിൽ കയറ്റിയാൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രതികരണത്തിന് ഉള്ള സാധ്യത പോലും നമ്മൾ കാണുന്നില്ല. കാരണം പോലീസ് അത്രമാത്രം ഒരു അക്ഷരം പോലും മിണ്ടരുത്, സംസാരിക്കരുത് എന്നുള്ള രീതിയിലേക്ക് തന്നെ കനത്ത സുരക്ഷയൊരുക്കിയായിരിക്കും വാഹനത്തിൽ കയറ്റി അകത്ത് നിന്ന് രാഹുലിനെ പുറത്തേക്ക് കൊണ്ടുവരിക. സാധാരണ നിലയിൽ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടിയൊക്കെ ഒരു പ്രതി ഇറക്കുമ്പോൾ നമ്മൾ സാധാരണ നിലയിൽ നേരത്തെ കാണുന്ന പോലെ അവരുടെയൊക്കെ പ്രതികരണത്തിന് നമ്മൾ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഇത് അകത്ത് വെച്ച് തന്നെ ഒരു വാഹനത്തിൽ കയറ്റി പുറത്തേക്ക് കനത്ത സുരക്ഷയൊരുക്കി മാധ്യമങ്ങളെ പോലും കണ്ണുവെട്ടിച്ച് ഇവിടുന്ന് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമമായിരിക്കാം ഒരുപക്ഷെ നടത്തുക. എന്തായാലും അതിന് ഒട്ടും സമയം ഇനി കാത്തിരിക്കേണ്ടി വരില്ല. ഉടൻ തന്നെ വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് അന്വേഷണ സംഘം ഇവിടുന്ന് ഇറങ്ങും. ഇനി ഇപ്പോൾ ഏതാണ്ടൊരു അരമണിക്കൂർ പോലും സമയം നമ്മൾ കാത്തിട്ടുണ്ട് എന്ന് പറയുന്നില്ല. നമുക്ക് ലഭിക്കുന്ന വിവരമാണ് നമ്മളിപ്പോൾ ഈ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. അരമണിക്കൂറിനകമെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് SIT സംഘം പുറത്തേക്ക് ഇറങ്ങുകയും ജില്ലാ ആശുപത്രിയിലെത്തി വൈദ്യപരിശോധന നടത്തുകയും ചെയ്യും. അതിനുശേഷം അവിടുത്തെ നടപടിക്രമങ്ങൾ ഏറിയാൽ ഒരു 15 മിനിറ്റ് മാത്രമാണ് വൈദ്യപരിശോധനയ്ക്ക് വേണ്ടി സാധാരണ നിലയിൽ ആശുപത്രിയിൽ ചിലവാകേണ്ടി വരിക. അതിനുശേഷം ഉടൻ തന്നെ മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് കൊണ്ടുപോകും. മജിസ്ട്രേറ്റിന്റെ വസതിയും ജില്ലാ ആശുപത്രിയും തമ്മിൽ വലിയ ദൂരമൊന്നുമില്ല. ഏകദേശം എല്ലാം ഒരു 1.5-2 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമാണ് AR ക്യാമ്പും അതുപോലെ തന്നെ ജില്ലാ ആശുപത്രിയും ഈ പറയുന്ന മജിസ്ട്രേറ്റിന്റെ വസതിയും അടക്കമുള്ള കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ദൂരത്തിലേക്കൊന്നും പോയി വലിയ വാഹന ഗതാഗത കുരുക്കിലൊന്നും കുടുങ്ങേണ്ട ഒരു സാഹചര്യം നിലവിൽ ഇവിടെ പത്തനംതിട്ട ജില്ലയിലില്ല. അതുകൊണ്ട് തന്നെ എല്ലാ നടപടിക്രമങ്ങളും വളരെ വേഗം പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോലീസ് ഉദ്യോഗസ്ഥരുള്ളത്. നേരത്തെ വിവിധ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള അല്ലെങ്കിൽ വിവിധ സ്റ്റേഷൻ ലിമിറ്റിലുള്ള ഉദ്യോഗസ്ഥർ ഇവിടുന്ന് മടങ്ങിപ്പോയിരുന്നു. വിവിധ സ്ഥലങ്ങളിലേക്കാണ് പോയത്. കാരണം അവിടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സുരക്ഷയൊരുക്കി ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. വിവിധ DYSPമാർ കൃത്യമായിട്ട് SITക്ക് സുരക്ഷയൊരുക്കാൻ അവർക്ക് സഹായമായിട്ട് ലോക്കൽ പോലീസിന്റെയും കൃത്യമായിട്ടുള്ള ഒരു സൗകര്യം ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം വാഹനവുമായിട്ടൊക്കെ തയ്യാറായി നിൽക്കുകയാണ്. ഒരു പ്രതിഷേധമുണ്ടായാൽ അതിനെ നേരിടാൻ വേണ്ടിയുള്ള ഷീൽഡും ബാരിക്കേഡും ഒക്കെ പോലീസിന്റെ കയ്യിലുമുണ്ട്. ലാത്തി അടക്കമുള്ള സംവിധാനങ്ങളുമായിട്ട് പോലീസും എന്തിനും സജ്ജമായി തന്നെ നിൽക്കുകയാണ്. പ്രതിഷേധമുണ്ടാവാനുള്ള സാധ്യത ഈ ഒരു ഘട്ടത്തിൽ പോലീസ് തള്ളിക്കളയുന്നില്ല. കാരണം രാഹുൽ മാങ്കൂട്ടുമായി പോകുമ്പോൾ വലിയ തരത്തിലുണ്ടായിട്ടുള്ള ആരോപണങ്ങൾ നമുക്കറിയാം. കേരളത്തിൽ ഉടനീളം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധ ഫ്ലെക്സ് ബോർഡുകൾ നേരത്തെ DYFI അടക്കമുള്ള യുവജന സംഘടനകൾ നിരത്തിവെച്ചിട്ടുണ്ട്. കാരണം കുഞ്ഞുങ്ങളുടെ ശവപ്പെട്ടി ചുമക്കുമ്പോഴാണ് വലിയ ഭാരമുണ്ടാവുക എന്നുള്ള വൈകാരിക കുറിപ്പുമായിട്ട് വലിയ തരത്തിൽ രാഹുലിനെതിരെ വലിയ ഫ്ലെക്സ് ബോർഡുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു ഗർഭചിത്രം നടത്തി എന്നുള്ള ആരോപണം നേരിടുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ അതിന്റെ കേസെടുത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വാഭാവികമായിട്ടും ഒരു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധം അല്ലെങ്കിൽ മറ്റ് ജനകീയ പ്രതിഷേധം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. അങ്ങനെ എന്തായാലും അല്പസമയത്തിനകം രാഹുൽ മാങ്കൂട്ടവുമായിട്ട് SIT സംഘം പുറത്തേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.